+1 അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU MSF പ്രവർത്തകർ പരപ്പനങ്ങാടി DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി പുത്തരിക്കലിലെ പുതിയന്റകത്ത് മുഹമ്മദ് ബഷീറിന്റെയും റാബിയയുടെയും മകളായ ഹാദി റുഷ്ത 15 വയസ്സാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചിരുന്നത്. +1 അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് കുട്ടി മരിക്കാനിടയായതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന സർക്കാർ നയത്തിനെതിരെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ഓഫീസിലേക്ക് ഇന്നലെ വൈകിട്ടോടെ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പരപ്പനങ്ങാടി SHO ഹരീഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം പ്രതിഷേധക്കാരെ തടഞ്ഞത് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷത്തിനിടയാക്കി. മലപ്പുറം ജില്ലയിലെ +2 സീറ്റ് നിഷേധത്തിലൂടെ കുട്ടികളെ കൊലക്ക് കൊടുക്കാനുള്ള പിണറായി സർക്കാരിന്റെ നയം വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ പറഞ്ഞു. ഇന്നേ ദിവസം വരെ സീറ്റ് കിട്ടാത്തതിൽ മനം നോക്കുന്നതുകൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ ആത്മഹത്യ ചെയ്തത് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മളൊക്കെ എപ്പോഴും തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഇന്നിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ് പരപ്പനങ്ങാടിയിൽ നടന്നിരിക്കുന്നത്. മാർക്കുണ്ടായിട്ട് പോലും അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിക്കാത്തത് വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തുന്നതിന്റെ ഉദാഹരണമാണ് പെൺകുട്ടിയുടെ മരണത്തിലൂടെ തെളിവായിരിക്കുന്നത്. +1 അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണമെന്നിരിക്കെ സംഭവം വഴിതിരിച്ചുവിടാനും ലഘൂകരിക്കാനും ബന്ധുക്കളെ സമ്മർദ്ദത്തിലാക്കി വിഷയം തെറ്റായ രീതിയിലേക്ക് എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥിനിയുടെ മരണം ജില്ലയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന അലംഭാവം മൂലമാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ പറഞ്ഞു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അണ്ണൻ നമ്പ്യാർ, കൺവീനർ ആദിൽ KB, ഷമീർ കാസിം, റാഷിദ് പൊന്നാനി, ശരത് മോനോക്കി, റിനോ കുര്യൻ, MSF നേതാക്കളായ അർഷദ് ചെട്ടിപ്പടി, സലാഹുദ്ദീൻ PK, അസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ കേസെടുത്തതായും പരപ്പനങ്ങാടി CI ഹരീഷ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.